ഈ രാജ്യത്തെ വിട്ടുപോകുമ്പോൾ ബ്രിട്ടീഷുകാർ ചെയ്തത് ജാതീയമായി, മതപരമായി, പ്രാദേശികമായി ഒക്കെ ഈ രാജ്യത്തെ ശിഥിലീകരിക്കാനുള്ള വിത്തുകൾ ഇട്ടുപോയി എന്ന് മാത്രമല്ല, ആ കൊളോണിയൽ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും ഭാരമേൽപ്പിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം ഒരു ഭൂപ്രദേശത്തെ അഖണ്ഡിതമാക്കാൻ വേണ്ടി നടത്തിയ, ഞാൻ പറഞ്ഞത് സാമധാന ഭേദദണ്ഡങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ്. അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമായിരുന്നില്ല. പട്ടേൽ അല്ല ഈ ദൗത്യം ഏറ്റെടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഭാരതം ശിഥിലമായി പോവുക തന്നെ ചെയ്യുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഏകതയുടെ ധീരപുരുഷൻ എന്ന് ചരിത്രം രേഖപ്പെടുത്താൻ അർഹതയുള്ള ആളാണ് പട്ടേൽ എന്ന് പറയുന്നത്. ലോകത്തിൽ ഒരുപക്ഷെ ഇത്ര വൈവിധ്യങ്ങളുള്ളൊരു രാഷ്ട്രമില്ല. ഭാഷ കൊണ്ടാണെങ്കിൽ ഇത് ഒരു യൂറോപ്പിലുള്ള ഒരു രാജ്യമാണെങ്കിൽ ഈ ഓരോ ഭാഷയും ഓരോ രാജ്യമായി പോകുന്നു. അതുപോലെ ജാതികൾ എത്രയാണ്, ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളുമുണ്ട്. ഇപ്പോൾ 10-22 ഭാഷയാണ് ഔദ്യോഗികമായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ആയിരക്കണക്കിന് ഭാഷകൾ ഭാരതത്തിലുണ്ട്. ഈ ആയിരക്കണക്കിന് ഭാഷകൾ, ആഹാര രീതികൾ, വസ്ത്രവിധാനങ്ങൾ, ആരാധനാ രീതികൾ ഒക്കെ എത്ര വ്യത്യസ്തമാണ്. അത്തരം വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും ഒരു പരിധിവരെ വൈചിത്ര്യങ്ങളുമുള്ള ഒരു രാജ്യത്തെ ഇങ്ങനെ ഏകതയുടെ, സാംസ്കാരിക ഏകതയുടെ, അതാണ് ഈ സാംസ്കാരിക ഏകതയുടെ അടിസ്ഥാനത്തിലാണ് ഭാരതം എല്ലാ കാലത്തും ഒരുമിച്ച് നിൽക്കുന്നത്. കാരണം ഭാരതത്തിൻ്റെ സനാതന സംസ്കൃതി അതിനെ തള്ളിപ്പറയാനാണ്, അതിനെ മതവൽക്കരിക്കാനാണ്, അത് മതേതരത്വത്തിന് ഭീഷണിയാണ് എന്ന് ചിത്രീകരിക്കാനാണ് നെഹ്റുവിയൻ സംസ്കാരം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇന്നും ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ മതവർഗീയ പ്രതീകങ്ങളായി ചിത്രീകരിക്കാൻ വേണ്ടി ഈ നെഹ്റുവിയൻ പാരമ്പര്യം ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് രാമൻ അവർക്ക് വർഗീയമാകുന്നത്, അയോധ്യ അവർക്ക് വർഗീയമാകുന്നത്. അതേസമയം പട്ടേലിൽ അങ്ങനെയല്ല. രാമനും സോമനാഥനും എല്ലാം ഈ നാടിൻ്റെ സാംസ്കാരിക ഏകതയുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യം സ്വത്വബോധത്തിലേക്ക് തുയിലുണരണമെങ്കിൽ സോമനാഥം അതിൻ്റെ പൂർവ്വവൈഭവത്തിലേക്ക് അതിൻ്റെ താഴികക്കുടങ്ങൾ ഉയർത്തണമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പട്ടേൽ പ്രഖ്യാപിച്ചതും ആ ക്ഷേത്രത്തിൻ്റെ നവീകരണം സത്യത്തിൽ സാംസ്കാരിക ഏകതയുടെ വിളംബരമായി പിൽക്കാലത്ത് മാറിയതും. അപ്പോൾ സാംസ്കാരിക ഏകതയുടെ അടിസ്ഥാനത്തിലാണ് ഭാരതം എന്ന രാഷ്ട്രം ഇന്ന് നിലനിൽക്കുന്നത്. ആ സാംസ്കാരിക ഏകതയുടെ ഘടകങ്ങളെ വർഗീയമെന്ന് വിശേഷിപ്പിക്കാനാണ് എല്ലാ കാലത്തും നെഹ്റുവിയൻ സംസ്കാരം, കോൺഗ്രസ് സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.